ഞാൻ പറയട്ടെ, ഇപ്പോൾ ചില പുതിയ കല്യാണങ്ങളുണ്ട്. ആ കല്യാണത്തിന്റെ സ്വഭാവം എന്താണ്? കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തുന്നു, എന്നിട്ട് വരുന്നവർക്കൊക്കെ കാണാൻ അവസരം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, വേണമെങ്കിൽ വീഡിയോയിൽ പിടിക്കുന്നു. എന്നിട്ട് ഈ യുവതിയായ പെൺകുട്ടിയെ പ്രദർശനത്തിന് വെക്കുന്നു. മുതലാളിമാര് പണ്ഡിതന്മാരെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. എന്തിനാ? ബറക്കത്തിനാണോ? തങ്ങന്മാരെ വിളിക്കുന്നത് ബറക്കത്തിനാണോ? എന്നാൽ ചോദിക്കട്ടെ, ഈ പച്ചയായ ഹറാം സ്റ്റേജിൽ വെച്ച് ചെയ്യുന്ന സ്ഥലത്തിന്റെ ബറക്കത്താ? അതുകൊണ്ട് പറയട്ടെ മുസ്ലിമീങ്ങളെ, ഈ ആധുനിക യുഗത്തിലുള്ള പരിഷ്കാരം കണ്ട് നിങ്ങൾ മുൻഗാമികളെ വഴി വിട്ടുപോകല്ലേ. യുവതികളെ സ്റ്റേജിൽ കയറ്റി അതാ പ്രദർശിപ്പിക്കല്ലേ. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഒരു മുസ്ലിയാര് വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നു. അനുജന്റെ മകളതാണെന്നാണ് ഓർമ്മ. ആ കല്യാണം കഴിക്കുന്ന പെണ്ണ്, അവൾക്കൊരു ചെറിയ മാനസികമായ അസ്വസ്ഥത, ഒരു ചെറിയ സ്വർണവും കൊണ്ടുവരികയാണ്. സാമ്പത്തിക ശേഷിയൊന്നുമില്ല. സിറാജുൽ ഹുദയിൽ വന്നിട്ട് ആ സ്വർണം തന്നിട്ട് പറയാണ്, മറ്റന്നാൾ കല്യാണം, ഒന്ന് സുഖപ്പെട്ട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ സ്വർണം അവിടെ വാങ്ങിവെച്ചു. അൽഹംദുലില്ലാഹ് ദുആ നടത്തി. ഞാൻ അൽഹംദുലില്ലാഹ് 2 ദിവസം കഴിഞ്ഞു. കല്യാണത്തിന്റെ തലേന്ന് വീട്ടിൽ ചെന്നു. അവിടുന്നും ദുആ ചെയ്ത് പിരിഞ്ഞു പോരാണ്. സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന് റബ്ബ് തന്നൊരു ബറക്കത്തുണ്ടല്ലോ. ആ കുട്ടിയുടെ രോഗം അതോടെ ശമിച്ചുപോയി. ഞാൻ അവിടുന്ന് പോരാൻ നോക്കുമ്പോ ഒരാള് വന്നിട്ട് എന്നോട് പറയുന്നു, മിഞ്ഞാന്ന് ഉസ്താദ് ദുആ ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, വിവാഹം കഴിക്കുന്ന പെൺകുട്ടി, അവളെ ഒന്ന് കാണണ്ടേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ചിന്തിച്ചുപോയി, ഇത്ര വിവരമില്ലാതെ ആയോ നമ്മളെ കേരളീയർ? ഈ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ, വിവാഹം കഴിക്കുന്ന വരന്റെ ബാപ്പാക്ക് പോലും നിക്കാഹിന് മുമ്പ് ഹറാമല്ലേ? വിവാഹം കഴിക്കുന്ന വരന്റെ ബാപ്പാക്ക് നോക്കല് ഹറാമല്ലേ? വിവാഹം കഴിഞ്ഞാൽ പിന്നെ വരന്റെ ബാപ്പാക്ക് നോക്കാം, നിക്കാഹ് കഴിഞ്ഞാൽ നോക്കാം, അതിനു മുമ്പ് നോക്കൽ ഹറാമല്ലേ? എങ്കിൽ പിന്നെ കല്യാണത്തിൽ വന്ന മുസ്ലിയാർക്കും തങ്ങൾക്കും എങ്ങനെ ഈ പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കല്? ഇന്നാലില്ല. കല്യാണ ദിവസം ബറക്കത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടുവന്നൊരു ചെറുപ്പക്കാരനായ തങ്ങള് വീട്ടിൽ വന്നു. കല്യാണ വീട്ടിൽ ഞാനുണ്ട്. ദുആ തങ്ങളെ കൊണ്ട് നടത്താൻ പറഞ്ഞു. തങ്ങൾ ദുആ ചെയ്തു. ദുആ കഴിഞ്ഞു ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാരി തങ്ങളെയും കൂട്ടിയിട്ട് അങ്ങനെ തന്നെ അടുക്കളയിലേക്ക് പോവുകയാണ്. എന്തിന്? അവിടെയുള്ള പെണ്ണുങ്ങന്മാരെ കാണാനാണ്. ഇതെന്തൊരു ഖിയാമത്ത് അല്ലാ, ഇതെന്തൊരു ആഖിറു സമാനാണ് അല്ലാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഹാദാ ആഖിറു സമാൻ, ഇത് വല്ലാത്ത ഖിയാമത്ത് നാളാണ്. ഏകദേശം ആളുകളുടെയും ദൈവം അദ്ദീനാറു വദ്ദിർഹമോ, അതാ പൊന്നും പണവുമാണ് പലരുടെയും ദൈവം. അല്ലാഹനെ ദൈവമായി കാണുന്നില്ല എന്ന് ഫത്ഹുർ റബ്ബാനിയിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അന്ന് തന്നെ ആഖിറു സമാനാണെങ്കിൽ ഇതെന്തൊരു ആഖിറു സമാനാണ്. ഓ സുഹൃത്തുക്കളെ, കല്യാണ വീട്ടിലാണും പെണ്ണും ഇടകലർന്ന് തലമറക്കാതെ മാറുമറക്കാത്ത സ്ത്രീകളും അതിന്റെ കൂടെ എല്ലാ ജനങ്ങളും കലരുന്ന വിധത്തിൽ കല്യാണം നടത്തുന്നവർ, എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെ പോയി ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ. എന്റെ വീട്ടിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഒരാൾ കല്യാണത്തിന് വന്നു. ഞാൻ അറിയില്ല, അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യയും വന്നിരുന്നു കൂടെ. എന്നിട്ടോ ഭാര്യ ഞങ്ങളെ വീട്ടിൽ കയറാതെ തിരിച്ചു വന്നു. എന്റെ കല്യാണത്തിന് വീട്ടിൽ ഭാര്യയും കൂട്ടി വന്നാൽ ഭാര്യ കല്യാണത്തിന് വന്നിട്ടില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട്. ഇല്ല, നിങ്ങളെ വീട്ടിൽ കല്യാണത്തിന് വന്നപ്പോ ഒരൊറ്റ പെണ്ണിനെയും കാണാത്തോണ്ട് ഞാൻ മനസ്സിലാക്കി പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് അവളെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത വേദനയായി പോയി. എന്റെ മൂത്ത മകന്റെ കല്യാണമായിരുന്നു. രണ്ടാമത്തെ മകന്റെ കല്യാണത്തിന് ഞാൻ പ്രത്യേകം പറഞ്ഞ് വിളിപ്പിച്ചു. അങ്ങനെ അവളും കൂടി വന്ന് അൽഹംദുലില്ലാഹ് അവള് ഭക്ഷണം കഴിച്ചു. ഈ അടുത്ത അയാളെ കല്യാണത്തിന് പോയപ്പോ അയാൾ പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനമായി. ഞാൻ ഇത് പറഞ്ഞത് എന്തേ നമുക്ക് സ്ത്രീകൾക്ക് വേറെ തന്നെ ഒരു റൂട്ടും വേറെ തന്നെ ഒരു വകുപ്പും ഉണ്ടായിക്കൂടെ?
ഈ ആണും പെണ്ണും കലർന്നിട്ട് എന്നെ മുസ്ലിമുകളെ കല്യാണം നടക്കണം.